ഇറാനിലെ ബഹുജന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സിന്റെ കമാൻഡർ ജനറൽ മുഹമ്മദ് ബക്കൂർ അമേരിക്കയും ഇസ്രായേലിനും ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഖമേനിയെ ലക്ഷ്യമിട്ടോ ഇറാനെതിരെ പുതിയ സൈനിക നടപടികളിലേക്കോ നീങ്ങിയാൽ അതിനെ കൂടുതൽ വേദനാജനകവും ഖേദകരവുമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി നേതൃത്വം നൽകുന്ന ഭരണകൂടം കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ പോലും ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്ന നിലപാട് ആവർത്തിക്കുന്നത്. സംഘർഷമല്ല, നയതന്ത്രമാണ് ഔദ്യോഗിക വഴി എന്ന സന്ദേശമാണ് ഇത് വ്യക്തമാക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദാവോസിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഇറാൻ ആണവായുധം കൈവശപ്പെടുത്തുന്നത് അനുവദിക്കില്ല എന്ന് ആവർത്തിച്ചിരുന്നു. ഇറാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ സംസാരിക്കുമെന്ന വാക്കുകൾ നയതന്ത്രത്തിന് ഒരു ചെറിയ ഇടം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന സൂചനയാണ്. ഖമേനിയെ ലക്ഷ്യമിട്ടുള്ള ഏതൊരു ആക്രമണത്തിനും ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കൽ എന്ന ഭാഷയിൽ ഭീഷണി മുഴക്കിയ സംഭാഷണത്തിന്റെ ആത്മാവിനെ തന്നെ ദുർബലപ്പെടുത്തുന്നതാണെന്നും വിശദീകരിക്കുന്നു. ഒരു വശത്ത് സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുകയും മറുവശത്ത് യുദ്ധഭീഷണി മുഴക്കുകയും ചെയ്യുന്ന ഈ രീതി, അതായത് ട്രംപിന്റെ ഈ രീതി, അമേരിക്കയുടെ വിരോധാഭാസമായ നയതന്ത്രമാണ് പലപ്പോഴും വ്യക്തമാകുന്നത്. ഇറാനിലെ ആഭ്യന്തര പ്രതിഷേധങ്ങൾ ഡിസംബർ അവസാന വാരം ആരംഭിച്ച് രണ്ടാഴ്ചക്കിടെ ശക്തമായ അടിച്ചമർത്തലുകളിലേക്ക് വഴിമാറി. രാജ്യവ്യാപകമായ ഇന്റർനെറ്റ് ഷട്ട്ഡൌൺ മൂലം യഥാർത്ഥ വിവരങ്ങൾ പോലും പുറത്തുവരാത്ത അവസ്ഥയായി. പ്രതിഷേധം പൗരന്മാരുടെ സ്വാഭാവികമായ അവകാശമാണ് എന്ന് പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ സമ്മതിച്ചു എങ്കിലും അതിനെ അമേരിക്കയും ഇസ്രയേലും പ്രേരിപ്പിക്കുന്ന പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഫലമാണ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അതായത് പ്രതിഷേധിക്കാൻ ഏതൊരു പൗരനും വ്യക്തമായ അവകാശമുണ്ട്. എന്നാൽ മറ്റൊരാളുടെ പ്രേരണയാൽ പ്രതിരോധിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതിഷേധിക്കുമ്പോൾ അതൊരു ഭരണകൂടത്തെ തകർക്കൽ കൂടിയാകുന്നു. ഇവിടെയാണ് അമേരിക്കൻ നിലപാടിലെ ഇരട്ടത്താപ്പ് നമുക്ക് കൃത്യമായും മനസ്സിലാവുന്നത്. മനുഷ്യാവകാശങ്ങളുടെ പേരിൽ ഇറാനെ മാത്രം ലക്ഷ്യമിടുന്ന അമേരിക്ക ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പിന്തുണച്ച ഭരണകൂടങ്ങൾ നടത്തിയ ഗുരുതരമായ ലംഘനങ്ങൾക്ക് മുന്നിൽ മൗനം പാലിച്ച ചരിത്രം മറക്കാനാവില്ല. മനുഷ്യാവകാശങ്ങൾ പലപ്പോഴും ഒരു രാഷ്ട്രീയ ആയുധമായി മാറുന്നതാണ് ഈ സമീപനം വ്യക്തമാക്കുന്നത്. ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന നിലപാടാണ് ഇവിടെ സ്പഷ്ടവും. എന്നാൽ തങ്ങൾ ആക്രമണകാരികളല്ല, മറിച്ച് നേരിട്ട് ആക്രമണം ഉണ്ടായാൽ മാത്രമേ തങ്ങൾ പ്രതികരിക്കുകയുള്ളൂ. സ്വന്തം പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാനുള്ള അവകാശം മാത്രമാണ് രാജ്യം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നിട്ടും ഓസ്ട്രേലിയ, കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുകയും യൂറോപ്പിലും സമാധാന നീക്കങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഇറാനെ അന്താരാഷ്ട്രമായി ഒറ്റപ്പെടുത്താനുള്ള രാഷ്ട്രീയത്തിന് തന്ത്രമായുള്ള ഒരു ഭാഗമാണ്. ഇസ്രായേലിന്റെ സുരക്ഷ എന്ന വാദം ആവർത്തിച്ച് ഉയർത്തിക്കൊണ്ടാണ് അമേരിക്കൻ നിലപാടിനെ ചരിത്രം തന്നെ ചോദ്യം ചെയ്യുന്നത്. പ്രതിരോധം എന്ന പേരിൽ സൈനിക ഇടപെടലുകൾ പശ്ചിമേഷ്യക്ക് നൽകിയത് സ്ഥിരതയല്ല, മറിച്ച് കൂടുതൽ അസ്ഥിരതയും ദീർഘകാല യുദ്ധങ്ങളുമാണ്. കൂടുതൽ വിമാനവാഹിനി കപ്പലുകളോ യുദ്ധവിമാനങ്ങളോ അല്ല, മറിച്ച് കൂടുതൽ സംഭാഷണവും പരസ്പര ബഹുമാനവുമാണ് ഈ മേഖലയ്ക്ക് ആവശ്യം, അല്ലെങ്കിൽ അത്യാവശ്യം എന്ന് പറയാം. സമാധാനത്തിനായി ശബ്ദമുയർത്തുന്നത് ഇറാനെ പിന്തുണയ്ക്കാനല്ല, മറിച്ച് അമേരിക്കയുടെ യുദ്ധക്കൊതിയുടെ ഇരകളാക്കാൻ പോകുന്ന സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ്. ആയുധങ്ങൾ വിറ്റഴിക്കുവാനും സ്വാധീനം ഉറപ്പിക്കുവാനും വേണ്ടി അമേരിക്ക വീണ്ടും അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ തീക്കളി നടത്തുകയാണ്. ഈ നയങ്ങൾ ഇറാനെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകം മുഴുവനും അനുഭവിക്കേണ്ടി വരും എന്നതാണ് സത്യവും. സമാധാനത്തിന്റെ വേഷമണിഞ്ഞ അമേരിക്ക നടത്തുന്ന ഈ ആയുധ വ്യാപനം പശ്ചിമേഷ്യയെ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തിക്കുകയാണ്. ചരിത്രത്തിൽ നിന്നും പാഠം പഠിക്കാതെ ലാഭത്തിന് വേണ്ടി രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തുന്ന അമേരിക്കൻ രീതി ലോകത്തിന് നൽകുന്നത് വലിയൊരു അപകടത്തിന്റെ മുന്നറിയിപ്പാണ്. അത് താമസിക്കാതെ തന്നെ അമേരിക്ക വരുത്തിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.